ഇന്നത്തെ സ്പെഷ്യൽ മുളകിട്ട മീൻകറിയാണ്. ഇതിനായിട്ട് 1 കിലോ മീൻ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക് 5 എണ്ണം, ചുവന്നുള്ളി 15 എണ്ണം ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ഞാനിവിടെ 4 വലിയ വെളുത്തുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, വലിയൊരു കഷ്ണം ഇഞ്ചി, മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുടംപുളി ഞാനിവിടെ 4 കുടംപുളി എടുത്ത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളിയുടെ പുളി അനുസരിച്ച് ഇടുക. കറിവേപ്പില, കടുക് 1 ടീസ്പൂൺ, ഉലുവ 1 നുള്ള്, അത് അധികം ഇടരുത്, ഒത്തിരി ആയിട്ടുണ്ടെങ്കിൽ കഴിക്കും. ഇപ്പം ആവശ്യത്തിന് എണ്ണ ആവശ്യത്തിന്. ആദ്യം തന്നെ മൺചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മീൻകറി എപ്പോഴും മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 1 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക് ഇട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഈ പൊടികളെല്ലാം കൂടി ഒന്ന് ഒരു പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചിയും ചുവന്നുള്ളി എല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിരുന്ന പൊടികൾ ഇടാം. ഈ പൊടിയുടെ പച്ചമണം മാറുന്നതിനും വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പൊടികളിലെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന കുടംപുളി ഇട്ട് കൊടുക്കും. ഇനി ഇതിലേക്ക് മീൻ വേകാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് മീൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ഇപ്പോൾ ചാറ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇടാം. ഈ സമയത്ത് ചാറ് കുറവാണെങ്കിൽ വെള്ളം ആഡ് ചെയ്യുക. എപ്പോഴും കഷ്ണത്തിന്റെ ഒപ്പം ചാറ് നിൽക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഈ തിളച്ച് തുടങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അത് കയ്യിലിട്ട് ഇളക്കരുത്, അപ്പം പൊടിഞ്ഞു പോവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പോൾ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇപ്പോൾ മീന് പുളി പിടിച്ചിട്ടുണ്ടാവില്ല. മീന് പുളി പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് കുടംപുളി എടുത്ത് മാറ്റാവുന്നതാണ്.